എൻ്റെ പേര് ദയാനിധി. ഞാൻ അട്ടപ്പാടിയിലെ ഒരു സാധാ കുടുംബത്ത്, അതായത് ഒരു മിഡിൽ ക്ലാസ് ഫാമിലി ജനിച്ചു വളർന്ന ഒരു മൂത്ത മോനാണ്. എനിക്കൊരു അനിയനുണ്ട്, വീട്ടിൽ അച്ഛനും അമ്മയും. ഇങ്ങനെ ഒരു നോർമൽ ഇൻട്രൊഡക്ഷൻ എൻ്റെ ലൈഫ് ആണെന്ന് പറയാൻ എനിക്ക് ഇഷ്ടമുണ്ടായിരുന്നില്ല. കാരണം ഞാൻ സ്കൂളിലും ക്ലാസ്സിലൊന്നും നന്നായിട്ട് പഠിക്കുന്ന കുട്ടിയല്ല. പ്രത്യേകിച്ച് ഞാൻ പഠിത്തത്തിൽ നല്ല പുറകോട്ടായിരുന്നു. പാരൻസ് മീറ്റിങ്ങിന് വിളിക്കുമ്പോൾ ടീച്ചേഴ്സ് ഇങ്ങനെ പറയുമ്പോൾ ഞാൻ എല്ലാ സബ്ജക്റ്റിലും ഫെയിലാണ്. അപ്പോൾ അത് കാരണം അരമണിക്കൂർ 1 മണിക്കൂർ എന്ന് പറയും, ടീച്ചർ കുറേ കാര്യങ്ങൾ പറയും. അതിൻ്റെ ഷോർട്ട് ഫോം എന്ന് പറയുമ്പോൾ എന്നെ കൊണ്ടൊന്നും പറ്റത്തില്ല. ഞാൻ യൂസ്ലെസ് എന്ന് പറഞ്ഞ ഒരു മീനിങ്ങിലായിരിക്കും കോൺസെപ്റ്റ്. അപ്പോൾ ഇതെനിക്ക് സ്റ്റാർട്ടിങ്ങിൽ വലുതായിട്ടൊന്നും തോന്നിയില്ല. പക്ഷേ ശരിക്കും ലൈഫ് ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ ശരിക്കും ഞാൻ അങ്ങനെയാണോ എന്ന് പറഞ്ഞ് ഇതൊരു തോന്നലുണ്ടായിരുന്നു. അപ്പോൾ ഞാനൊരു ദിവസം രാത്രി എൻ്റെ വീട്ടിൽ എൻ്റെ റൂമിൽ ഇങ്ങനെ ഇരിക്കുമായിരുന്നു. എൻ്റെ മനസ്സൊരുമാതിരി ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഓക്കെ, എന്നെ കൊണ്ടൊന്നും പറ്റത്തില്ലേ, ശരിക്കും ഞാൻ എന്തിനാ യൂസ് ആവുന്ന, ഞാൻ എന്തിനാ ജീവിക്കണം എന്നൊക്കെ ഞാൻ എന്നെക്കുറിച്ച് ചോദിച്ചായിരുന്നു. പക്ഷേ ആ രാത്രി ഞാനൊരു ഡിസിഷൻ എടുത്ത്, ഇന്ന് എനിക്ക് സ്വന്തമായി 3 സ്ഥാപനങ്ങളുണ്ട്, 12 സ്റ്റാഫുകളുണ്ട്, തമിഴ്നാട്ടിൽ പല അവാർഡുകൾ വിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ലൈഫ് ഇങ്ങനെ മാറാനുള്ള കാരണം എന്ന് പറയുമ്പോൾ ഞാൻ എന്നെ തിരിച്ചറിഞ്ഞ ഒരു സെൽഫ് ഡിസിഷനായിരുന്നു. ഞാൻ എപ്പോൾ എന്നെ തിരിച്ചറിഞ്ഞോ അപ്പോൾ എൻ്റെ ലൈഫ് ഞാൻ മാറ്റാൻ ശ്രമിച്ചു. അപ്പോൾ എനിക്ക് ചെറുപ്പം തൊട്ട് ഒരു ബിസിനസ്സിനോട് ഭയങ്കര താല്പര്യമുണ്ടായിരുന്നു. ഞാൻ ഫസ്റ്റ് ജനറേഷൻ ഓൺട്രപ്രണറാണ്. അപ്പോൾ വീട്ടിലാരും ബിസിനസ്സിന് താല്പര്യം ഉണ്ടായിരുന്നില്ല. പക്ഷേ ഞാൻ വലിയ കമ്പനിയുമായിട്ട് വലിയ ഷോപ്പുകൾ ഇങ്ങനെ കാണുമ്പോൾ, വലിയ ബിസിനസ് സിസ്റ്റങ്ങളൊക്കെ കാണുമ്പോൾ എനിക്കറിയാണ്ട് എൻ്റെ ഉള്ളിൽ ഭയങ്കര ഒരു എക്സൈറ്റ്മെൻറ്റ് ഫീൽ ചെയ്യും. അപ്പോൾ എനിക്ക് മനസ്സിലായി എനിക്ക് ബിസിനസ്സിൽ എന്തോ ഒരു താല്പര്യം ഉണ്ടായെന്ന് പറഞ്ഞ്. അപ്പോൾ ഞാൻ 7ാം ക്ലാസ് പഠിക്കുമ്പോൾ എനിക്ക് സ്വന്തമായിട്ടൊരു സ്റ്റാർട്ടപ്പ് വേണമെന്ന് പറഞ്ഞിട്ട്, ഒരു സ്ഥാപനം വേണമെന്ന് പറഞ്ഞിട്ട് ഞാൻ മക്കൾ രാജ പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞിട്ട് ഒരു സ്ഥാപനം സ്റ്റാർട്ട് ചെയ്തു. അത് സ്റ്റാർട്ടിങ്ങിൽ ഒരു ഫിലിം പ്രൊഡക്ഷൻ ബേസ് ചെയ്തായിരുന്നു. പിന്നെ അത് യൂത്ത് ഓർഗനൈസേഷനായിട്ട് ഡെവലപ്പ് ചെയ്തു. അപ്പോൾ ഞാൻ അട്ടപ്പാടി ഇരിക്കുമ്പോൾ, അട്ടപ്പാടി എന്ന് പറയുമ്പോൾ എക്കണോമിക്കലി പിന്നെ ബാക്കി എല്ലാത്തിലും കുറച്ചൊരു വീക്കർ സെക്ഷൻ ആയിരുന്നു. അപ്പോൾ എനിക്ക് അട്ടപ്പാടിയിൽ ഒരു മുന്നോട്ടും ഒരു എക്കണോമിക്കലി ഒരു ബൂസ്റ്റപ്പ് കൊണ്ടുവരണം എന്ന് എനിക്കൊരു തോന്നലുണ്ടായിരുന്നു. അപ്പോൾ അതിനുവേണ്ടി എനിക്കൊരു ടീം ഉണ്ടായിരുന്നു. അപ്പോൾ അതിനുവേണ്ടി ഞങ്ങൾ R&D ചെയ്യുമായിരുന്നു. അപ്പോൾ ചെയ്യുമ്പോൾ അട്ടപ്പാടിയുടെ അടിസ്ഥാനമായ അട്ടപ്പാടിക്ക് ഒരു ടൂറിസം കപ്പാസിറ്റി ഉണ്ടെന്ന് മനസ്സിലാക്കാൻ സാധിച്ചു. അപ്പോൾ അട്ടപ്പാടിയുടെ ടൂറിസത്തിന് എങ്ങനെയെങ്കിലും ഒരു പ്രൊമോട്ട് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ സ്ക്രാച്ചിൽ ഒരു ഐഡിയ സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ സംഭവം പറഞ്ഞാൽ ഒരു ഓൺലൈൻ ഒരു വെബ്സൈറ്റ് ഉപയോഗിച്ച് അട്ടപ്പാടിയിലുള്ള ടൂറിസത്തിൻ്റെ പ്ലേസസൊക്കെ ഓൺലൈനിൽ പ്രസൻറ്റ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങളുടെ ഐഡിയ ഉണ്ടായിരുന്നത്. അപ്പോൾ ഞങ്ങൾ ഇതിനു വേണ്ടി ഡെവലപ്പ് ചെയ്ത് കംപ്ലീറ്റ്ലി 1 ഇയർ ഞങ്ങൾ ഇതിനു വേണ്ടി വർക്ക് ചെയ്ത്. അപ്പോൾ ആരംഭ കാലഘട്ടത്തിൽ ടൂറിസ്റ്റ് പ്ലേസസ് മാത്രമുള്ളത് ഇന്ന് എല്ലാ ബിസിനസ് അട്ടപ്പാടിയിലുള്ള A to Z ബിസിനസ് മോഡലെല്ലാം നമ്മൾ ഇതിൻ്റെ അകത്ത് ആഡ് ചെയ്തു. സംഭവം പറഞ്ഞാൽ ഹോസ്പിറ്റൽസ്, മെഡിക്കൽസ്, തിയേറ്റേഴ്സ്, സൂപ്പർ മാർക്കറ്റ്സ്, ഹോട്ടൽസ്, ബേക്കറീസ് എന്ന് പറഞ്ഞിട്ട് ഓൺലൈൻ ബുക്കിംഗ് സർവീസ് എല്ലാം ഇതിൻ്റെ അകത്ത് കൂടി ചേർത്ത്. അപ്പോൾ എന്നിട്ട് ഇത് ഞങ്ങൾ അട്ടപ്പാടിയിലെ ഷോളയൂർ ഗ്രാമപഞ്ചായത്ത് വെച്ചിട്ട് 2022 ലോഞ്ച് ചെയ്ത്. അത് അട്ടപ്പാടിയിലെ ആദ്യത്തെ ഒരു ചരിത്രമായിരുന്നു. മക്കർ രാജ പ്രൊഡക്ഷൻസ് എന്ന് ആദ്യമായിട്ടൊരു ചരിത്രമായിരുന്നു ഞാനും എൻ്റെ ടീമും ചെയ്തത്. അപ്പോൾ ഞങ്ങൾ ഇത് ലോഞ്ച് ചെയ്തപ്പോൾ അട്ടപ്പാടിയിൽ വലിയൊരു വിജയകരമായ പ്രോജക്റ്റായിട്ട് മാറി. പക്ഷേ ഞാൻ അട്ടപ്പാടിയിൽ പിന്നെ ഒരു കണ്ട പ്രശ്നമായിരുന്നു, ടെക്നോളജീൻ്റെ ആക്സസ് എന്ന് പറയുന്നത് കുറവായിരുന്നു. അപ്പോൾ ആർക്കും ആ ടെക്നോളജി പരമായിട്ട് കണക്ട് കുറവായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ച് ഓക്കെ, അട്ടപ്പാടിനെ ഒരു കംപ്ലീറ്റ്ലി ഒരു ഡിജിറ്റൽ മീഡിയം ആക്കി അങ്ങനത്തെ ഒരു ടെക്നോളജി ഇൻട്രൊഡ്യൂസ് ചെയ്യുമെന്ന് പറഞ്ഞിട്ട്, അപ്പോൾ എല്ലാ ഫീൽഡുകളിലും ടെക്നോളജി പരമായിട്ട് കൺവേർട്ട് ചെയ്യുക എന്ന് പറഞ്ഞിട്ട് ഒരു ഐഡിയ ഉണ്ടായിരുന്നു. അപ്പോൾ അതിനുവേണ്ടി ഞങ്ങൾ 2023 സ്റ്റാർട്ട് ചെയ്ത് ഡിജിറ്റൽ അട്ടപ്പാടി എന്ന് പറയുന്ന ഒരു സ്ഥാപനം സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ അതിൻ്റെ സ്ക്രാച്ച് വർക്കായിട്ട് ഞങ്ങൾ ഫസ്റ്റ് സെലക്ട് ചെയ്ത് പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ ആയിരുന്നു. പൊതുഗതാഗതത്തിന് ഞങ്ങൾ സെലക്ട് ചെയ്തു. അത് കംപ്ലീറ്റ്ലി ഒരു ഓൺലൈൻ സിസ്റ്റം ആക്കി മാറ്റണം എന്നാണ് ഞങ്ങളുടെ ഐഡിയ ഉണ്ടായിരുന്നത്. അതിൻ്റെ മെയിൻ ഉദ്ദേശം എന്ന് പറയുന്നത് പബ്ലിക് ട്രാൻസ്പോർട്ട് സെലക്ട് ചെയ്യാനുള്ള കാരണം എന്ന് പറയുമ്പോൾ, ഇത് നമ്മൾ ഫിനിഷ് ചെയ്യുമ്പോൾ ഈ പ്രോജക്റ്റ് അതിന് സ്റ്റുഡൻസിന് ഫ്രീ ബസ് പാസ് കൊടുക്കാൻ പറ്റും. അതായത് പാവപ്പെട്ട കുട്ടികൾക്ക് ഫ്രീ ബസ് പാസ് കൊടുക്കാൻ പറ്റും. അപ്പോൾ അത് കാരണം ഞങ്ങൾ പബ്ലിക് ട്രാൻസ്പോർട്ട് സെലക്ട് ചെയ്ത്. അപ്പോൾ ഞങ്ങൾ കുറേ ഡേറ്റാസ് ഇങ്ങനെ കളക്ട് ചെയ്തിട്ട് ഇതൊരു കംപ്ലീറ്റ്ലി ഒരു യൂസർ ആപ്ലിക്കേഷനായിട്ട് ഡെവലപ്പ് ചെയ്യണം. അപ്പോൾ ലോട്ട് ഓഫ് ഇൻഫർമേഷൻ ചേരുമ്പോൾ അതിനെക്കാട്ടിലും ഇതിൽ യൂസേഴ്സിൽ ഞങ്ങൾ പ്രത്യേകിച്ച് പ്രൊഫഷണലായിരിക്കണം, ഈ സംഭവം യൂസ് ചെയ്യാൻ നല്ലവണ്ണം പറ്റണം എന്ന് പറഞ്ഞിട്ട് യൂസർ എക്സ്പീരിയൻസിനെ കൂട്ടണം എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ വർക്ക് ചെയ്യുമായിരുന്നു. അപ്പോൾ അതിന് ഒത്തിരി ചിലവ് വന്ന്, എന്നാലും ഞങ്ങൾ മെയിൻറ്റെയിൻ ചെയ്ത് കറക്റ്റായിട്ട് ഒരു ഫോർമാറ്റ് റെഡിയാക്കി എടുത്തു. അപ്പോൾ അതിന് ഡിസൈനിന് മാത്രം ഞങ്ങളൊരു 6 മാസം കംപ്ലീറ്റ്ലി കുറേ ഡിസൈനുകൾ മാറ്റി ഉണ്ടാക്കി അത് എന്നിട്ട് ഫൈനലൈസ് ചെയ്ത്. അപ്പോൾ എന്നിട്ട് ഇത് കംപ്ലീറ്റ് ചെയ്ത ശേഷം എന്ന് പറഞ്ഞാൽ ഒരു ബസ് സ്റ്റോപ്പ് എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യണേ, ബസ് എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം, എത്ര ബസ് സ്റ്റോപ്പ് ക്രോസ് ചെയ്യണേ, ആ ബസ് ആരാ ഓടിക്കുന്ന, കണ്ടക്ടർ ആരാ, അങ്ങനത്തെ എല്ലാ വിവരങ്ങളും ഇതിനകത്ത് ആക്സസ് ചെയ്യാൻ പറ്റുന്ന ഒരു സിസ്റ്റമാണ്. അപ്പോൾ ഇത് ഞങ്ങൾ പൊതുജനത്തിന് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലാക്കണം. അപ്പോൾ അതിനുവേണ്ടി ഞങ്ങൾ ആപ്ലിക്കേഷനും സംതിങ് വെബ്സൈറ്റ് കാര്യങ്ങളെങ്കിലും ലോഞ്ച് ചെയ്യാന്ന് പറഞ്ഞാലും അതിൽ കുറേ ലിമിറ്റേഷൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ കണ്ടുപിടിച്ചതാണ് QR കോഡിൽ ഇതിൽ ഇൻസേർട്ട് ചെയ്യാം. QR കോഡ് ഉപയോഗിച്ച് എല്ലാ ബസ് സ്റ്റോപ്പിലും സെപ്പറേറ്റ് ആയിട്ട് എടുത്ത് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സിസ്റ്റമാക്കി മാറ്റി. അപ്പോൾ അത് അട്ടപ്പാടിയിലെ അഗളി ഗ്രാമപഞ്ചായത്തും ഷോളയൂർ ഗ്രാമപഞ്ചായത്തും വെച്ച് ലോഞ്ച് ചെയ്ത്. അത് അട്ടപ്പാടിയിലെ 2ാമത്തെ ചരിത്രമാണ് ഞങ്ങൾ ചെയ്തത്. അത് വലിയൊരു വിജയകരമായിരുന്നു. ഞങ്ങൾ വിചാരിക്കാത്ത അത്രയ്ക്കും റീച്ചായി, കുറേ കുട്ടികൾക്ക് അത് ഉപയോഗമായി മാറി.
കുറേ സ്കൂൾസിനും കുറേ കുട്ടികൾ ഇത് സെപ്പറേറ്റ് ക്ലാസ്സുകൾ പോലും നടന്നായിരുന്നു, ഇതിനെക്കുറിച്ച് നല്ല ഇൻസ്പിറേഷൻ മോഡലായിരുന്നു. അപ്പോൾ ഇതിങ്ങനെ നന്നായിട്ട് മുന്നോട്ട് പോയി. ഇനിയും ഞങ്ങൾ എഡ്യൂക്കേഷൻ ഫീൽഡിൽ ഫോക്കസ് ചെയ്യുന്നുണ്ട് കംപ്ലീറ്റ്ലി. എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കാണുന്ന ഗൂഗിളും മെറ്റായും മൈക്രോസോഫ്റ്റും അങ്ങനത്തെ ഒറിജിനൽ സ്ഥാപനത്തിൽ നിന്ന് നമ്മുടെ ഗവൺമെൻറ് കുട്ടികൾക്ക് സ്ട്രെയിറ്റ് ക്ലാസ്സസ് എടുക്കുന്ന ഒരു സിസ്റ്റത്തിനെ നമ്മളിപ്പോൾ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിനെ സംഭവം പറഞ്ഞാൽ ഞാൻ വിസിറ്റ് അട്ടപ്പാടി ഉണ്ടാക്കുമ്പോൾ ചോദിച്ചു എല്ലാവരും ഇത് എന്ത് ടൂറിസത്തിന് സംഭവം എന്താ കോൺസെപ്റ്റ് എന്ന് ചോദിച്ചു. പക്ഷേ ഞങ്ങൾ ഉണ്ടാക്കിയ ശേഷം ഒരു സിസ്റ്റമായിട്ട് ഡെവലപ്പ് ചെയ്ത ശേഷം നോർത്ത് ഇന്ത്യയിൽ നിന്ന് കുറേ ഓർഗനൈസേഷൻസ്, മെഡിക്കൽ ഓർഗനൈസേഷൻസ്, യൂത്ത് വോളണ്ടിയേഴ്സ് കുറേ അട്ടപ്പാടിക്ക് വരണം. കാരണം മെയിൻലി വിസിറ്റ് അട്ടപ്പാടി ഉപയോഗിച്ചാണ്. ഞങ്ങളാണ് അതിൻ്റെ മെയിൻ ലീഡ്സ് കൊടുത്ത് വരുത്തിപ്പിക്കണം. അങ്ങനെ അട്ടപ്പാടിയിൽ പല മാറ്റങ്ങളും നടന്നായിരുന്നു ഇതിനെ ഉപയോഗിച്ച്. ഇതെല്ലാം ഇങ്ങനെ ചെയ്യുന്തോറും ഞാൻ +2 പഠിക്കുമ്പോൾ തന്നെ എനിക്ക് ടൊയോട്ടോ മോട്ടോഴ്സിൽ പ്ലേസ്മെൻറ്റ് കിട്ടിയായിരുന്നു. അപ്പോൾ ഇന്ത്യനായിട്ട് ഞാൻ കയറിയായിരുന്നു. അപ്പോൾ കയറിയപ്പോൾ സംഭവം പറഞ്ഞാൽ ഞാൻ കണ്ടതിൽ എന്ന് പറഞ്ഞാൽ ഞാൻ ഇത്രയ്ക്കും ചെയ്യാനുള്ള മെയിൻ കാരണം എന്ന് പറഞ്ഞാൽ ഞാൻ സൊസൈറ്റി ക്രിയേറ്റ് ചെയ്ത ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ നിന്ന് ഞാൻ രക്ഷപ്പെട്ടായിരുന്നു. സംഭവം എന്ന് പറഞ്ഞാൽ ഇന്ന് ഞാൻ നോക്കുമ്പോൾ ഓരോരോ പാരൻറ്റും ഒരു കോളേജിൽ പോയി ചേരുമ്പോൾ ഒരു കോഴ്സ് എടുക്കുമ്പോൾ അതിൻ്റെ മെയിൻ ഉദ്ദേശം എന്ന് പറയുമ്പോൾ ഈ കോഴ്സ് എടുത്താൽ ഇത്ര ലക്ഷം കിട്ടും ശമ്പളമായിട്ട്, ഈ കോഴ്സ് എടുത്താൽ ഇത്രയ്ക്ക് ഇൻകം ഏൺ ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞ ഒരു കോൺസെപ്റ്റ് ആയിരുന്നു. എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് മണി മാത്രം ഏൺ ചെയ്യാൻ ഒരു വഴിയായിട്ട് കാണാൻ പാടില്ല. അങ്ങനെ കണ്ടാൽ നമുക്ക് മണി മാത്രമേ ഏൺ ചെയ്യാൻ പറ്റത്തുള്ളൂ എന്ന് ഞാൻ മനസ്സിലാക്കി. ഞാൻ ശരിക്കും പറഞ്ഞാൽ എൻ്റെ മണീൻ്റെ പുറകെ പോകുമ്പോൾ എൻ്റെ വാല്യൂ ഞാൻ മനസ്സിലാക്കാണ്ടിരുന്നു. ഞാൻ ടൊയോട്ടോ സ്ഥാപനത്തിൽ പോയി ജോയിൻ ചെയ്ത് 12ാം ക്ലാസ്സിലാണ് ജോയിൻ ചെയ്തത്. ഞാൻ കമ്പനിയിൽ എൻ്ററായിരിക്കുമ്പോൾ എൻ്റെ ഫ്രണ്ടത്തെ ടേബിളിൽ ഇരുന്നത് ഒരു പേഴ്സണായിരുന്നു. എനിക്കറിഞ്ഞില്ല. ഞാൻ 1 മണിക്കൂർ ഇങ്ങനെ വർക്ക് ചെയ്തതിന് ശേഷം പുള്ളി പേരെന്താന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനെ കാര്യങ്ങൾ. അപ്പോൾ നന്നായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അവസാനം ഞാൻ ഇറങ്ങി വരുമ്പോൾ പറഞ്ഞു പുള്ളിയാണ് കമ്പനീൻ്റെ CEO എന്ന് പറഞ്ഞിട്ട്. ഞാൻ കംപ്ലീറ്റ്ലി 2 മാസം ടൊയോട്ടോയിൽ വർക്ക് ചെയ്തായിരുന്നു +2 തന്നെ. അപ്പോൾ വർക്ക് ചെയ്ത ശേഷം ഞാൻ വിചാരിച്ച് ഒരു മാസത്തിൻ്റെ ശമ്പളം എന്ന് പറയുമ്പോൾ എനിക്കൊരു 20,000 കിട്ടിയാൽ കൊള്ളാമെന്ന് പറഞ്ഞ് വിചാരിച്ചായിരുന്നു. അപ്പോൾ ഞാൻ ഒന്നും പറഞ്ഞില്ല. അപ്പോൾ അവർ മാസത്തിൻ്റെ എൻഡിൽ എനിക്ക് ശമ്പളം ബാങ്കിൽ ക്രെഡിറ്റ് ആയി. അപ്പോൾ ഞാൻ ഒരു 20,000 കിട്ടിയാൽ കുഴപ്പമില്ലെന്ന് വിചാരിച്ചു. പക്ഷേ 4 ദിവസത്തിൻ്റെ ശമ്പളമായിരുന്നു എൻ്റെ 20,000 എന്ന് പറയുന്നത്. അപ്പോൾ എൻ്റെ വാല്യൂ എനിക്ക് അറിയത്തില്ല. അപ്പോൾ എൻ്റെ വാല്യൂ മനസ്സിലാക്കാൻ തുടങ്ങുമ്പോഴാണ് ഇപ്പോൾ ആർക്കും ഒരു 1000 കോടി 2000 കോടി എന്ന് പറയുന്നത് കിട്ടുമ്പോൾ അവർക്ക് അത് എന്ത് ചെയ്യണമെന്ന് പോലും അറിയത്തില്ല. പക്ഷേ നിൻ്റെ വാല്യൂ ശരിക്കും മനസ്സിലാക്കിയാൽ നിൻ്റെ വാല്യൂ 2000 കോടി 3000 കോടി മാറും. അപ്പോൾ ഇന്ന് ഞാൻ അട്ടപ്പാടിയിൽ കുറേ വിഷനോട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. അപ്പോൾ അട്ടപ്പാടിയിൽ വലിയ മാറ്റങ്ങൾ ഞങ്ങൾ കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ ഇത്രയും ചെയ്യണമെങ്കിൽ പറഞ്ഞാൽ തീർച്ചയായും അതിന് ഫിനാൻഷ്യൽ സപ്പോർട്ട് ആവശ്യമുണ്ടായിരുന്നു. അപ്പോൾ ഞാനും കുറേ പിച്ച് എടുത്തായിരുന്നു കുറേ പേരുടെ അടുത്ത്. അപ്പോൾ ഞാൻ ചെറിയ വയസ്സ് കാരണം ആരും ഇത് എങ്ങനെ സാധിക്കും, ഈ ഒരു ചെറിയ കുട്ടിക്ക് ഇത്രയ്ക്കും പറ്റുമോ എന്ന് പറഞ്ഞിട്ട് ആരും അതിന് മുന്നോട്ട് നിന്നില്ല. അപ്പോൾ പ്രത്യേകിച്ച് എൻ്റെ പാരൻസാണ് കംപ്ലീറ്റ്ലി ഇതിൽ സപ്പോർട്ട്. ഞാൻ എൻ്റെ പാരൻസായിട്ട് അവർക്ക് പറ്റിയ പൈസ എനിക്ക് കൊടുത്തായിരുന്നു. അപ്പോൾ ഞാൻ എനിക്ക് മനസ്സിലായി നമ്മൾ പൈസ ഉണ്ടാക്കാതെ ഇവിടെ നമുക്ക് വേറെ ആരും തരത്തില്ല എന്ന് മനസ്സിലായി. അപ്പോൾ ഞാൻ 2019 തന്നെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഏജൻസി ഒന്ന് സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ആ മാർക്കറ്റിംഗ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ എനിക്ക് ആ സ്റ്റാർട്ടിങ് സ്റ്റേജിൽ ആരും എന്നെ വിശ്വസിച്ചിട്ട് ആരും കൊടുത്തില്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്ത് എനിക്ക് പറ്റുന്ന അത്രയ്ക്കും ലോക്കൽ ബ്രാൻഡ്സിനൊപ്പം വർക്ക് ചെയ്യാൻ തുടങ്ങി. എന്നിട്ട് ഇന്ന് നോക്കിയാൽ എനിക്ക് സിംഗപ്പൂരിൽ ക്ലയൻസ് ഉണ്ട്, അയർലാൻഡ് ക്ലയൻസ് ഉണ്ട്, UK ക്ലയൻസ് ഉണ്ട്. എന്നും ഞാൻ പല രാജ്യങ്ങളുമായിട്ട് ഡീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ പെർമനൻ്റ്ലി ഒരു എക്കോസിസ്റ്റം ക്രിയേറ്റ് ചെയ്തിട്ട് എനിക്കുള്ള ഇൻകം ഞാൻ സെലക്ട് ചെയ്ത് എടുത്താൽ അപ്പോൾ ഇൻകം വെച്ചിട്ടാണ് ഞാൻ ഇപ്പോൾ ഇത്രയ്ക്കും ഞാൻ ക്രിയേറ്റ് ചെയ്ത വിസിറ്റ് അട്ടപ്പാടി ആയിരിക്കാം എൻ്റെ സ്ഥാപനം, ഡിജിറ്റൽ അട്ടപ്പാടി എന്ന് പറയാം. ഇതെല്ലാം കംപ്ലീറ്റ്ലി യൂസേഴ്സിന് ഫ്രീ ആയിട്ട് കൊടുക്കുകയാണ്. ഇതിന് ഞങ്ങൾ ചിലവ് എക്സ്പെൻസ് എല്ലാം ഞങ്ങൾ എടുക്കണം. പക്ഷേ യൂസേഴ്സിനെല്ലാം കംപ്ലീറ്റ്ലി ഫ്രീ ആണ്. അപ്പോൾ ഇതിനുള്ള ചിലവെല്ലാം ഞാൻ തന്നെ എൻ്റെ മാർക്കറ്റിംഗ് ഏജൻസി ഞാൻ സ്റ്റാർട്ട് ചെയ്ത് ആരംഭ കാലഘട്ടം എന്ന് പറയുമ്പോൾ അട്ടപ്പാടിക്ക് പ്രത്യേകിച്ച് പറയുമ്പോൾ ഞാൻ 2017 എൻ്റെ സ്ഥാപനം സ്റ്റാർട്ട് ചെയ്തത്. ഞാനൊരു 7ാം ക്ലാസ് പഠിക്കുമ്പോഴാണ് ഇത് തുടങ്ങിയത്. ആ കാലഘട്ടം എന്ന് പറയുമ്പോൾ ഞാൻ ഒരു ഫിലിം പ്രൊഡക്ഷനായിട്ട് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എൻ്റെ ഐഡിയ എന്ന് പറയുന്നത് അട്ടപ്പാടിയെ വീഡിയോ എടുക്കുക, എന്നിട്ട് അട്ടപ്പാടിയുടെ പോസിറ്റീവ്സ് നെഗറ്റീവ്സ് ഒക്കെ പുറത്തറിയിക്കുക എന്ന് പറഞ്ഞൊരു ലോജിക്കായിരുന്നു. അപ്പോൾ ഞങ്ങൾ എടുക്കുമ്പോൾ മൊബൈൽ ഫോൺ അപ്പോൾ ബൂമാകണേ ഉള്ളൂ, ജിയോക്ക് ബൂമാകണേ ഉള്ളൂ. അട്ടപ്പാടിയിൽ ശരിക്കും പറഞ്ഞാൽ 3G പോലും കിട്ടത്തില്ല. അപ്പോൾ ഞങ്ങൾ ഫ്രണ്ട്സുമായിട്ട് ഇങ്ങനെ വീഡിയോ എടുത്തിട്ട് ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യണമെങ്കിൽ ഞങ്ങൾ നേരെ എൻ്റെ കൂട്ടുകാരനുണ്ട്, അവൻ്റെ കൂട്ടുകാരൻ്റെ വീട് കുറച്ച് ദൂരം പോകണം. അവൻ്റെ വീട്ടിൻ്റെ ഫ്രണ്ടിലൊരു മാങ്ങ മരമുണ്ട്. അപ്പോൾ അതിൽ കയറിയിട്ടാണ് ഞാൻ ഒരു അരമണിക്കൂർ എടുക്കും. ഒരു 5 മിനിറ്റ് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ വേണ്ടി അരമണിക്കൂർ എടുക്കും. അങ്ങനെ അരമണിക്കൂർ ഞാൻ മരത്തിൽ കയറി നിന്നിട്ട് ഫോൺ ഇങ്ങനെ പൊക്കി പിടിച്ച് നിൽക്കും. അങ്ങനെയാണ് സ്റ്റാർട്ടിങ്. ഭയങ്കര കഷ്ടമായിരുന്നു. പിന്നെ ഇതിൽ പറഞ്ഞപ്പോൾ ഇന്ന് അട്ടപ്പാടി നിന്ന് ഒരു വിദ്യാർത്ഥിയാണ് ഇത്രയ്ക്കും ചെയ്തെടുക്കും പറയുമ്പോൾ ആർക്കും വിശ്വസിക്കാൻ പറ്റത്തില്ല. പക്ഷേ എൻ്റെ മനസ്സിൽ എപ്പോഴും APG പറഞ്ഞ ഒരു വാക്ക് എപ്പോഴും കിടക്കുമായിരുന്നു, സ്വപ്നം കാണും. അപ്പോൾ ഞാനും അട്ടപ്പാടിയെക്കുറിച്ച് ഒരു സ്വപ്നം കണ്ടവനാണ്. അട്ടപ്പാടി എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് ട്രൈബൽ താലൂക്കാണ്. അത് എല്ലാവരും കാണുന്നത് ഒരു പുറകോട്ട് നിൽക്കണ ഒരു ഏരിയ ആയിട്ടാണ് കാണുന്നത്. പക്ഷേ ഞാൻ ഒരു ദിവസത്ത് അട്ടപ്പാടിയിൽ നിന്ന് ഒരു വലിയൊരു ബ്രാൻഡ്
ഗ്ലോബലി റീച്ച് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് എൻ്റെ ഒരു ആഗ്രഹം എന്ന് പറയുന്നത്. അങ്ങനെ അട്ടപ്പാടിയിൽ ഞങ്ങൾ തുടങ്ങിയ ഡിജിറ്റൽ അട്ടപ്പാടി ഇപ്പോൾ നന്നായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ ഇനിയും കുറേ വിഷയങ്ങളിലായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. കംപ്ലീറ്റ്ലി ഇപ്പോൾ ഫോക്കസ് ചെയ്യുന്നത് സ്റ്റുഡൻസ് എഡ്യൂക്കേഷനായിട്ട്. ഫ്യൂച്ചറിൽ ഞങ്ങൾ ഫ്രീ വൈഫൈ കാര്യങ്ങൾ കംപ്ലീറ്റ്ലി ഡിജിറ്റലൈസ് എന്തൊക്കെ ആക്സസ് ചെയ്യാൻ പറ്റുന്ന അത്രയ്ക്കും ചെയ്യുന്നുണ്ട്. ഒരു മുന്നോട്ട് മൂവ് ആകുന്ന ഒരു ഡിജിറ്റൽ മീഡിയമായിട്ട് മാറ്റാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. ടൂറിസത്തിൻ്റെ കപ്പാസിറ്റി കംപ്ലീറ്റ്ലി ഗവൺമെൻറ്റുമായിട്ട് പഞ്ചായത്തുമായിട്ട് നമ്മളാണ് കൊലാബ് ചെയ്ത് ചെയ്യണത്. അപ്പോൾ അത് കാരണം അതിലും ഇപ്പോൾ പ്രത്യേകിച്ച് നോക്കുമ്പോൾ എൻ്റെ ഈ ഡിജിറ്റൽ അട്ടപ്പാടീനെ നോക്കുമ്പോൾ ഞാൻ തുടങ്ങിയ ശേഷം ഇതിനെ ആരും ഫസ്റ്റ് ഞാൻ ക്രിയേറ്റ് ചെയ്ത് ഇപ്പോൾ ലോഞ്ച് ചെയ്യുന്നപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോയായിരുന്നു ഷോളയൂർ ഗ്രാമപഞ്ചായത്തും അഗളി ഗ്രാമപഞ്ചായത്തും. അപ്പോൾ അവർ കണ്ടിട്ട് അവർക്കൊന്നും മനസ്സിലായിട്ടില്ല പെട്ടെന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞ് ഇങ്ങനത്തെ ഒരു കോൺസെപ്റ്റാണ്, ഇത് നന്നായിട്ട് വർക്ക് ആവും എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇത് ഞാൻ പിച്ച് ചെയ്തപ്പോൾ അവർ ഓക്കെ എന്ന് പറഞ്ഞ് ലോഞ്ച് ചെയ്യാമെന്ന് പറഞ്ഞ്. അപ്പോൾ ലോഞ്ച് ചെയ്ത 2 ദിവസത്തിനുള്ളിൽ KSRTC ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് ഒരു കോൾ വന്നായിരുന്നു. അപ്പോൾ ബ്രിജു പ്രഭാകരനാണ് എന്നെ സംസാരിച്ചത്. ഇപ്പോൾ പുള്ളി പറഞ്ഞ് ഇത് നല്ല കോൺസെപ്റ്റാണ്, ഇത് എക്സ്പാൻഡ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റും, ഇതിനെക്കുറിച്ച് എന്താ അഭിപ്രായം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞ് ഇങ്ങനത്തെ ഒരു കോൺസെപ്റ്റാണ്, ഇതിൽ സ്റ്റുഡൻസിന് ഫ്രീ ബസ് പാസ് കൊടുക്കാൻ പറ്റും, ഇതിലൊരു ആഡ് റൺ ചെയ്യാൻ പറ്റുന്ന ഒരു കോൺസെപ്റ്റാണ് ഇതിൽ മൊബൈൽ ആപ്പ് ഉപയോഗിക്കുമ്പോൾ അങ്ങനത്തെ പറഞ്ഞു. അപ്പോൾ പുള്ളിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇതൊന്ന് ഡെവലപ്പ് ചെയ്ത് സ്ക്രാച്ച് ഇത് കൊണ്ടുപോകാൻ നമുക്ക് കേരളം ഫുള്ള് പബ്ലിഷ് ചെയ്യാമെന്നൊക്കെ പറഞ്ഞായിരുന്നു. അപ്പോൾ ഈ കോൺസെപ്റ്റ് മിൽമയും ചോദിച്ചായിരുന്നു. മിൽമയ്ക്ക് റെയിൽവേസ് ഡിപ്പാർട്ട്മെൻറ്റിൽ നമുക്ക് എടുക്കാമെന്നൊക്കെ ചോദിച്ചായിരുന്നു. അപ്പോൾ അതിലും കൂടെ പോകുന്നുണ്ട്. അപ്പോൾ ഇത്രയ്ക്കും ഇത് അട്ടപ്പാടി നിന്നാണ് ഇതിൽ മുന്നോട്ട് വരുന്നത്. മാർക്കറ്റിംഗ് ഏജൻസിയാണ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ക്ലയൻസിനെ ഞാൻ ഇങ്ങനെ തപ്പി നടക്കുമ്പോൾ കുറച്ച് ലോക്കൽ ബ്രാൻഡ്സ് കിട്ടി, പക്ഷേ അതിൽ വലിയ ഇൻകം ആയിട്ടൊന്നും കിട്ടിയിട്ടില്ല. അപ്പോൾ എന്നിട്ട് ഞാൻ കുറച്ചും കൂടെ ഔട്ടർ കോയമ്പത്തൂർ പോയായിരുന്നു. അപ്പോൾ കോയമ്പത്തൂരിലാണ് കുറേ ബ്രാൻഡ്സ് എനിക്ക് കിട്ടിയത്. അപ്പോൾ വർക്ക് കൂടാൻ തുടങ്ങി. അപ്പോൾ ഞാൻ സ്റ്റാഫ് എടുക്കാൻ തുടങ്ങി. അപ്പോൾ സ്റ്റാഫ് എടുക്കുമ്പോൾ പ്രത്യേകിച്ച് പറയുമ്പോൾ ഞാൻ ഇത്ര ദിവസം വളർന്നു വന്നതും എൻ്റെ ഫ്രണ്ട്സുമായിരുന്നു. എൻ്റെ ടീം എന്ന് പറയുന്നത് എൻ്റെ ഫ്രണ്ട്സായിരുന്നു. അപ്പോൾ ഇന്നും എൻ്റെ സ്റ്റാഫുകൾ എന്ന് പറയുന്നത് എൻ്റെ ഫ്രണ്ട്സ് തന്നെയാണ്. അപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ എൻ്റെ ബെസ്റ്റ് 3 ഫ്രണ്ട്സാണ് ഞങ്ങൾ സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞിട്ട് സ്റ്റാർട്ട് ചെയ്തത്. അങ്ങനെയായിട്ട് മുന്നോട്ട് പോകുമ്പോൾ ഇനിയും വർക്ക് കൂടുതലായിരുന്നു. എനിക്ക് ക്ലയൻസ് എന്ന് പറയുമ്പോൾ സിംഗപ്പൂർ, അയർലാൻഡ്, UK എന്നൊക്കെ പെർമനൻറ്റ് ക്ലയൻസ് കിട്ടി. എന്നും വർക്ക്സ് ഉള്ള പോലെ കിട്ടി. അപ്പോൾ ഞങ്ങൾക്ക് ടീംസ് എക്സ്പാൻഡ് ചെയ്തായിരുന്നു. അപ്പോൾ ഒരു 12 സ്റ്റാഫ് മെമ്പറാക്കി തീർത്ത്. അപ്പോൾ ഡിജിറ്റൽ അട്ടപ്പാടിക്കും വിസിറ്റ് അട്ടപ്പാടിക്കും പിന്നെ മക്കറാജ പ്രൊഡക്ഷൻസിനും അതേപോലെ മാർക്കറ്റിംഗ് ഏജൻസിനും ഞങ്ങളൊരു 12 സ്റ്റാഫ് ഇപ്പോൾ ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. അത് ഇനിയും പെട്ടെന്ന് ഈ വർഷത്തെ എൻഡാന്നുള്ളിൽ തന്നെ ഞങ്ങളിനി കൂട്ടാനുണ്ട്, സ്റ്റാഫ് കൂട്ടാൻ. ഇനിയും പല രാജ്യങ്ങൾക്കും ക്ലയൻസ് നോക്കുന്നുണ്ട്. എന്നെ കൊണ്ടൊന്നും പറ്റത്തില്ല എന്ന് പറഞ്ഞപ്പോൾ ഞാൻ അട്ടപ്പാടിയിൽ ഇത് പ്രൂവ് ചെയ്ത് കാണിച്ച്. അപ്പോൾ തീർച്ചയായും ഇതെന്ന് പറയുമ്പോൾ ഇനി ഗ്ലോബലി ഞങ്ങൾ റീച്ച് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ഞങ്ങളുടെ ആഗ്രഹം എന്ന് പറയുന്നത്. ഇത് ഇനി പുറത്ത് അറിയിക്കണം, പുറത്ത് കൊണ്ടുപോകണം, ഞങ്ങളുടെ സ്ഥാപനങ്ങൾ ഇനി എക്സ്പാൻഡ് ചെയ്യണം, കുറേ ഔട്ട്ലെറ്റ്സ് തുടങ്ങണം എന്ന് പറഞ്ഞിട്ട് ഒരു സ്റ്റാർട്ടപ്പിലാണ് ഇങ്ങനെ പോകുന്നത്. എൻ്റെ കൂട്ടുകാരോട് ഞാൻ പറയാനുള്ള ഒറ്റ കാര്യമുള്ളൂ, കുറേ പേർക്ക് ഈ സ്റ്റാർട്ടപ്പും ബിസിനസ്സിനോട് താല്പര്യം ഉണ്ടാവും. അവർക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ആരംഭ കാലഘട്ടത്തിൽ അവർക്ക് ഭയങ്കര കഷ്ടം ഉണ്ടാവും. തീർച്ചയായും നിങ്ങൾ വിചാരിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് മുന്നോട്ട് നിൽക്കാൻ പറ്റത്തുള്ളൂ. നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന ഒരു ബെസ്റ്റ് ഗൈഡ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ തന്നെയാണ്. ആ ഗൈഡ് ആരും ശരിക്കും പറഞ്ഞാൽ നിങ്ങളുടെ ആഗ്രഹമാണ്, നിങ്ങളുടെ ഡ്രീമാണ് നിങ്ങളുടെ ഗൈഡ്. നിങ്ങൾ എത്ര വട്ടം നിങ്ങൾ ശ്രമിച്ച് തളർന്നിരുന്നാലും പിന്നെയും നിങ്ങളെ എണിക്കാൻ പറ്റിയ എണിക്കടാന്ന് പറയാൻ ഒറ്റ കാരണം നിങ്ങളുടെ ഡ്രീം മാത്രമായിരിക്കും. APG പറഞ്ഞ പോലെ തന്നെ ഉറങ്ങുമ്പോൾ വരണതല്ല, ഉറങ്ങിപ്പിക്കാണ്ടിരിക്കണതാണ് ഡ്രീം. അപ്പോൾ ഇനിയും വെയിറ്റ് ചെയ്യേണ്ട, നിങ്ങളുടെ ആഗ്രഹങ്ങൾ ഇന്ന് തന്നെ തുടങ്ങിക്കോളൂ, ഇന്ന് തന്നെ ആദ്യത്തെ സ്റ്റെപ്പ് വെച്ചോളൂ. എനിവേ ഇറ്റ്സ് മീ ദി റിയൽ മീ.